Hello dear friends, my students. Welcome to Excellent Academy, Kunnugara, Ernakulam district. Today we start another video of English for SSLC students. Today I am going to take a beautiful poem. In the last video I just had given you a hint. So today this beautiful poem, lines written in Early Spring by William Wordsworth. You know William Wordsworth, the most famous nature poet of the world, one of the famous poets of nature poets of the world, romantic poet. Wordsworth ആണ് പറഞ്ഞത്, his religion is nature. പ്രകൃതി എന്റെ മതമാണ് എന്ന് പ്രഖ്യാപിച്ച മഹാനായ കവിയാണ് വില്യം വേർഡ്സ്വർത്ത്. സോ വി ആർ വെരി ലക്കി. വില്യം വേർഡ്സ്വർത്തിന്റെ മനോഹരമായ ഒരു പ്രകൃതിയെക്കുറിച്ചുള്ള മനോഹരമായ ഒരു കവിത പഠിക്കാൻ നമുക്ക് ഭാഗ്യം ലഭിച്ചിരിക്കുന്നു എന്ന് പറയാം. സോ ദിസ് ഈസ് മൈ പേഴ്സണൽ റിക്വസ്റ്റ്. ഡിയർ മൈ സ്റ്റുഡൻസ്, പ്ലീസ് ട്രൈ ടു ലേൺ ദിസ് പോയം ബൈ ഹാർട്ട് ഫോർ യുവർ ഫ്യൂച്ചർ. വേർഡ്സ്വർത്തിന്റെ ഒരു നല്ല കവിത അറിയാമെന്ന് ലോകത്തിന് മുഴുക്കെ ഉറക്കെ പറയാൻ നമുക്ക് സാധിക്കുക എന്നുള്ള ഒരു വലിയ നേട്ടമാണ് ഇംഗ്ലീഷ് ഭാഷയെ സംബന്ധിച്ചിടത്തോളം. വേർഡ്സ്വർത്തിന്റെ ഒരു പോയം എനിക്കറിയാം, ദ ലൈൻസ് റിട്ടൺ ഇൻ ഏർലി സ്പ്രിംഗ്. വസന്തത്തിൽ, സ്പ്രിംഗ് അറിയാലോ, സ്പ്രിംഗ് വസന്തം, ഏർലി വസന്തത്തിൽ എഴുതിയ മനോഹരമായ വരികളാണ്. ഈ കവിതയിൽ കൂടി എന്താണ് വേർഡ്സ്വർത്ത് നമുക്ക് തരുന്നത്? ദ സ്ട്രോങ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ മാൻ ആൻഡ് നേച്ചർ. Here he describes the beauty of nature and the sweet company of human being and nature. The beauty of nature, the strong relationship between nature and human being. So, ഇത്രയും നല്ല പ്രകൃതിയെ ഇത്രയേറെ വർണ്ണിക്കുന്ന ഇത്ര സുന്ദരമായ ഒരു കവിത തീർച്ചയായിട്ടും we have to learn it by heart. This poem. See, നമുക്ക് പോയത്തിലേക്കൊന്ന് കടക്കാം. നമുക്ക് ലഭിച്ച ഏറ്റവും നല്ലൊരു കവിതയാണ് മാൻകൈൻഡ്, മനുഷ്യ സമുദായത്തിന് ഇത്രയും പ്രശസ്തനായ ഒരു കവിയിൽ നിന്ന് ലഭിക്കുന്ന ഏറ്റവും നല്ല കവിതയാണ്. നമുക്ക് കവിതയിലെ വരികളിലേക്കൊന്ന് പോകാം. ഞാൻ അതിനുശേഷം നിങ്ങൾക്ക് ഓരോന്നായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാം. Here, I heard 1,000 blended notes, while in a grove I sat reclined. In that sweet mood, when pleasure thoughts bring sad thoughts to the mind. See, ആ സ്റ്റാൻസർ നോക്കുക. പോയത്തിൽ നമുക്ക് സ്റ്റാൻസർ എന്നാണ് പറയുന്നത്. 4 വരി, 1 2 3 4 4 വരിയുടെ സ്റ്റാൻസയാണ്. നമ്മൾ ലെസണിലൊക്കെ പാരഗ്രാഫ് എന്ന് പറയുന്നത് പോലെ പോയത്തിൽ എപ്പോഴും സ്റ്റാൻസയാണ്. ചിലപ്പോൾ 4 വരിയുടെ സ്റ്റാൻസ ഉണ്ടാവും, ചിലപ്പോൾ 6 വരി സ്റ്റാൻസകൾ ഉണ്ടാവും. സ്റ്റാൻസകളാണ്. സോ ഈ ഫസ്റ്റ് സ്റ്റാൻസ ഒന്ന് നോക്കുക. എത്ര മനോഹരമാണ് ഈ വരികൾ. അദ്ദേഹം പറയുന്ന ഫസ്റ്റ് ആ ലൈൻ തന്നെ നോക്കൂ. I heard 1,000 blended notes, while in a grove I sat reclined. ആ മീനിങ് ഒന്ന് മനസ്സിലാക്കുമ്പോഴാണ് ആ വരികളുടെ ആ ഡെപ്ത് നമുക്ക് മനസ്സിലാവുള്ളൂ. I heard 1,000 blended notes. Really it is a phrase. ഒരു ഫ്രേസ് പോലെയാണ് അദ്ദേഹം ഈ കവിതയോട് അവതരിപ്പിച്ചത്. ആ വരി പറഞ്ഞിരിക്കുന്നത് I heard 1,000 blended notes. That means 1,000 blended ചാലിച്ച നോട്ട്സ്. Here means notes means നാദങ്ങൾ, സ്വരങ്ങൾ. ഒന്ന് ആലോചിച്ച് നോക്കി. നമ്മൾ മലയാളത്തിലൊക്കെ ഒരു പാട്ടിൽ 1000 പാദസ്വരങ്ങൾ കിലുങ്ങി, ആ എത്ര മനോഹരമായ വരിയാണ് അതിൽ മലയാളത്തിൽ നമുക്ക് കിട്ടിയിരിക്കുന്നത്. അതുപോലെ തന്നെ ഇംഗ്ലീഷിലെ മനോഹരമായ ഒരു വരിയാണ് I heard 1,000 blended notes. ചാലിച്ച, പ്രകൃതിയിൽ ചാലിച്ചെടുത്ത നാദങ്ങള്, സ്വരങ്ങള്, 1000 സ്വരങ്ങള്. എണ്ണമല്ല ഇവിടെ പ്രധാനം. അത്രയും ദൃശ്യാത്മകത, മനോഹാരിത, പ്രകൃതിയുടെ എണ്ണിയാൽ ഒടുങ്ങാത്ത ആ ബ്യൂട്ടി ഓഫ് നേച്ചർ, ദ സെറീനിക് ബ്യൂട്ടി. That I heard that means here it shows the divinity of nature. Divinity of nature occurs in the poet's mind.
The divinity, divine means നമുക്കറിയാലോ, divine, ദിവ്യമായ ആ അത്ഭുത കാഴ്ചകൾ, പ്രകൃതി രമണീയമായ ദിവ്യമായ divine sight, divine nature, the beauty, the serenity, the beauty of nature that I heard. So in this phrase, this sentence, what the poet reveals, the divinity of nature that occurs in this phrase. Here this, look at this. I heard 1,000 blended notes. Notes means സ്വരങ്ങൾ, നാദങ്ങൾ. Blended means ചാലിച്ച, കൂട്ടിച്ചേർത്ത. I heard, ഞാൻ കേട്ടതാണ്. That means the beauty, the attraction. That means the beauty of the nature attracted by the poet. It was attracted, the poet was attracted by the beauty. The scenes, the sounds of birds, everything that was attracted by the poet. So the poet says, it is a divine. I heard 1,000 blended notes. You have to learn it by heart. നിങ്ങളത് കാണാതെ പഠിച്ചേ പറ്റൂ. കാണാതെ പഠിക്കുമ്പോൾ പരീക്ഷയ്ക്ക് മാർക്ക് കിട്ടോ ഇല്ലയോ എന്നുള്ളതല്ല. ഇത്രയും മനോഹരമായ ഒരു കവിത, we have to learn it by heart. So ഒരിക്കൽ കൂടി ഞാൻ പറയാം. I heard 1,000 blended notes. While in a grove I sat reclined. ശ്രദ്ധിക്കണം, ഇത്രയും ഡിവൈൻ ആയിട്ടുള്ള ഒരു കാഴ്ച, പ്രകൃതി ഒരുക്കിയ ഈ മനോഹരമായ കാഴ്ച എവിടെ നിന്നുകൊണ്ടാണ് കവി ആസ്വദിക്കുന്നത്? എങ്ങനെയാണ് കവി ആസ്വദിക്കുന്നത്? കവി പറയുകയാണ്, ഷേക്സ്പിയർ, വേർഡ്സ് ഓർ ഷെയ്സ്, the poet says that he was, എവിടെയായിരുന്നു അദ്ദേഹം? While in a grove I sat reclined. While in a grove, while ഇടയിൽ, എന്തിനിടയിൽ നിന്നുകൊണ്ടാണ്? In a grove means കൂട്ടങ്ങൾ, ഗ്രൂപ്പ് ഓഫ് ട്രീസ്, വൃക്ഷനിരകൾ. ആ വൃക്ഷനിരകളുടെ കൂട്ടത്തിൽ ഒരു വൃക്ഷനിരകളിൽ എങ്ങനെ? I sat reclined. Here it is sat. ഈ വേർഡ് ഒന്ന് നോട്ട് ചെയ്യേണ്ടതാണ്. ഈ വേർഡ് ഞാൻ എന്ത് ചെയ്തു? reclined, ഞാൻ ചാരിയിരിക്കുകയാണ്. ഇത്രയും മനോഹരമായ പ്രകൃതിയുടെ കാഴ്ച കണ്ടുകൊണ്ട് ഞാൻ ചാരിയിരിക്കുകയാണ്. I reclined. ഏതവസ്ഥയിലാണ് ചാരിയിരിക്കുന്നത്? വാട്ട്സ് ദ മൂഡ്? ആ മനസ്സിന്റെ ഫ്രെയിം എന്താണ്? കവിയുടെ മനസ്സിലെ അവസ്ഥ എന്താണ്? ആ അവസ്ഥയെ സൂചിപ്പിക്കുന്ന ആ സ്റ്റേറ്റ് ഓഫ് മൈൻഡ്, കവിയുടെ മനസ്സിന്റെ അവസ്ഥയാണ് സേറ്റ്. സേറ്റ് മീൻസ് ഫുള്ളി സാറ്റിസ്ഫൈഡ്, പൂർണ്ണ സംതൃപ്തിയോടെ. സാറ്റിസ്ഫൈഡ്, ഫുള്ളി സാറ്റിസ്ഫൈഡ്. I sat reclined. പൂർണ്ണ സംതൃപ്തിയോടെ പ്രകൃതി ഒരുക്കിയ ഈ മനോഹര കാഴ്ചയിൽ, ഈ ദിവ്യമായ കാഴ്ചയിൽ മനമയങ്ങി ചാരിയിരിക്കുകയാണ്. Reclined in a grove with a full of satisfaction, with a full of enjoyment, full of thrill, of pleasure that the nature has given to the poet. So പ്രകൃതി ഒരുക്കിയ ഈ മനോഹാരിതയിൽ പൂർണ്ണ സംതൃപ്തിയോടെ, ആ വേർഡ് നിങ്ങൾ നോട്ട് ചെയ്യണം, നോട്ട് ബുക്കിലേക്ക് എഴുതണം ആ മീനിങ്. സേറ്റ്, SATE, സേറ്റ് മീൻസ് സാറ്റിസ്ഫൈഡ്, ഫുള്ളി സാറ്റിസ്ഫൈഡ്. റീക്ലൈൻഡ്, ചാരിയിരിക്കുകയാണ്. അപ്പൊ ഈ രണ്ടുപേരും നമുക്ക് ഒന്നുകൂടി വായിക്കാം. ഏതായാലും ഈ രണ്ടുപേരും നിങ്ങൾ മനോഹരമാണ്, നിങ്ങളുടെ മനസ്സിലേക്ക് പതിയേണ്ട വരികളാണ്. ഒന്നുകൂടി നോക്കുക. I heard 1,000 blended notes while in a grove I sat reclined. While in a grove I sat reclined. അടുത്ത വരിയുടെ കവി എന്താ പറയുന്നത്? In that sweet mood, oh what a sweet company, what a sweet mood between the nature and the poet. കവിയും പ്രകൃതിയും തമ്മിലുള്ള ആ ഒരു കമ്പനി, സഖ്യം, ദ സ്വീറ്റ് മൂഡ്, അതാണ് അവിടെ കവി പറയുന്നത്. ആ സ്വീറ്റ് കമ്പനി ബിറ്റ്വീൻ നേച്ചർ ആൻഡ് പോയറ്റ്. ഇൻ ദാറ്റ് സ്വീറ്റ് മൂഡ്, വെൻ
pleasure thoughts, because the full of pleasure thoughts of nature that has given to him. ഇത്രയും മനോഹരമായ ആനന്ദകരമായ പ്ലഷർ, ആനന്ദകരമായ തോട്ട്സ് ആണ് കവിയുടെ മനസ്സ് നിറയെ. ഇറ്റ് ഈസ് ഫിൽഡ് വിത്ത്, ദ പോയറ്റ്സ് മൈൻഡ് ഈസ് ഫിൽഡ് വിത്ത് ഫുൾ ഓഫ് പ്ലഷർ തോട്ട്സ്. വാട്ട് എ സ്വീറ്റ് കമ്പനി ഓഫ് ദ പോയറ്റ് ആൻഡ് ദ നേച്ചർ. പ്രകൃതിയും കവിയും തമ്മിലുള്ള എത്ര മനോഹരമായ സഖ്യമാണ് ഇവിടെ വരച്ചു കാണിക്കുന്നത്. അങ്ങനെ ദ മൈൻഡ് ഓഫ് ദ പോയറ്റ് ഈസ് ഫിൽഡ് വിത്ത് പ്ലഷർ, ഫിൽഡ് വിത്ത് ജോയ്. സന്തോഷം കൊണ്ട്, സാറ്റിസ്ഫാക്ഷൻ, സംതൃപ്തി കൊണ്ട് നിറഞ്ഞ കവിയുടെ മനസ്സിലേക്ക് എന്താ സംഭവിച്ചത്? ഇൻ ദാറ്റ് സ്വീറ്റ് മൂഡ് വെൻ പ്ലഷർ തോട്ട്സ് ബ്രിങ് സാഡ് തോട്ട്സ് ടു ദ മൈൻഡ്. ഒന്ന് ആലോചിച്ച് നോക്ക്. ഇത്രയും പ്രകൃതിയുമായി രമ്യതയിൽപ്പെട്ടിരിക്കുന്ന ആ നിമിഷത്തിൽ, ഇൻ ദാറ്റ് സ്വീറ്റ് മോമെന്റ് എന്താ സംഭവിച്ചത്? ഇൻ ദാറ്റ് സ്വീറ്റ് മോമെന്റ് ബ്രിങ് ദ പോയറ്റ്, ബ്രിങ് ഹിം sad thoughts to the mind. Suddenly his mind turns. The poet's mind turns into sad. His mind is filled with sad thoughts. Why? Here it is pleasant thoughts. സന്തോഷം നിറഞ്ഞ ചിന്തകൾ കൊണ്ട് നിറഞ്ഞ് സഖ്യത്തിലേർപ്പെട്ടിരുന്ന കവിയുടെ മനസ്സിലേക്ക്, കവിയുടെ മനസ്സ് പെട്ടെന്ന് തിരിയുകയാണ്. Suddenly turns his mind. എന്തിലേക്കാ തിരിഞ്ഞത്? എന്താ കൊണ്ടുവന്നത്? സാഡ് തോട്ട്സ്, ദുഃഖചിന്തകൾ കവിയുടെ മനസ്സിലേക്ക്. ആ നിമിഷം ദുഃഖചിന്തകളിലേക്ക് കവിയുടെ മൈൻഡ് ടേൺ ചെയ്യുകയാണ്. ടേൺസ് ഇൻ ടു സാഡ് തോട്ട്സ് ടു ദ മൈൻഡ് ഓഫ് ദ പോയറ്റ്. എന്താണ് അതിന് കാരണം? എന്തുകൊണ്ടാണ് സാഡ് തോട്ട്സിലേക്ക്, ദുഃഖചിന്തകളിലേക്ക് കവിയുടെ മനസ്സ് വ്യാപരിക്കാനുണ്ടായ കാരണം എന്താണ്? പ്രകൃതിയോട് മനുഷ്യൻ എന്ത് ചെയ്തതുകൊണ്ടാണ് കവിക്ക് അങ്ങനെ തോന്നാൻ കാരണം? അതാണ് അടുത്ത സ്റ്റാൻസയിൽ എല്ലാം പറയുന്നത്. എന്തുകൊണ്ടാണ്? എക്സാമിന് വളരെ പ്രധാനപ്പെട്ട ചോദ്യമായിരിക്കും. വൈ ദ മൈൻഡ് ഓഫ് ദ പോയറ്റ് ടേൺസ് ഇൻ ടു ഫിൽഡ് വിത്ത് സാഡ് തോട്ട്സ്. പ്ലസന്റ് തോട്ട്സിലിരുന്ന കവിയുടെ മനസ്സിലേക്ക് പെട്ടെന്ന് സാഡ് തോട്ട്സ് കടന്നു വരാനുള്ള കാരണം എന്താണ്? വാട്ട്സ് ദ റീസൺ ബിഹൈൻഡ് ഇറ്റ്? അടുത്ത സ്റ്റാൻസയിൽ വ്യക്തമായി കവി പറയുന്നു. അപ്പൊ ഈ ഫസ്റ്റ് ചാൻസ് ഒന്നുകൂടി നമുക്ക് നോക്കാം. ഐ ഹേർഡ്, നിങ്ങളും എന്നോടൊപ്പം തന്നെ വീട്ടിലിരുന്ന് ഉറക്കെ ചൊല്ലുക. ഈ വരികൾ ഉറക്കെ പറയുക. ഐ ഹേർഡ് 1,000 blended notes while in a grove I sate to recline in that sweet mood when pleasure thrills, pleasure thoughts thrills, or pleasure thoughts bring sad thoughts to the mind. കവിയുടെ മനസ്സ് സാഡ് തോട്ട്സിലേക്ക് പോയത് എന്തുകൊണ്ടാണ്? സി, ഇവിടെ നമുക്ക് ഈ ഫസ്റ്റ് ലൈനിൽ പറഞ്ഞല്ലോ, ഓർക്കുന്നുണ്ടല്ലോ, ഡിവിനിറ്റി ഓഫ് നേച്ചർ, ബ്യൂട്ടി ഓഫ് നേച്ചർ, സെറിനിറ്റി ഓഫ് നേച്ചർ, ദ സ്വീറ്റ് കമ്പനി ഓഫ് നേച്ചർ ആൻഡ് ദി പോയറ്റ് എല്ലാം നമ്മൾ ഈ വരികളിൽ കണ്ടിട്ട് ഫസ്റ്റ് സ്റ്റാൻസിൽ ലാസ്റ്റ് വരിയിലേക്ക് വന്നപ്പോൾ ഉണ്ടായ മാറ്റം പ്ലസന്റ് തോട്ട്സ് മാറി സാഡ് തോട്ട്സ് ആയി മാറി. അതിനുള്ള റീസൺ അടുത്ത സ്റ്റാൻസിൽ കൊടുക്കും. അടുത്ത സ്റ്റാൻസിൽ നോക്കും. To her fireworks did nature link the human soul that through me ran, and much it grieved my heart to think what man has made of man. Very important. What man has made of man. നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, എന്തുകൊണ്ടാണ് കവിയുടെ ഹൃദയം സന്തോഷഭരിതമായിരുന്ന പ്രകൃതിയുമായി ആനന്ദ നൃത്തത്തിലാടിയ കവിയുടെ മനസ്സ് ഒരു നിമിഷം കൊണ്ട് ആ സ്വീറ്റ് മൊമെന്റ് എന്നുള്ളത് ബിറ്റർ സ്വീറ്റ് മൊമെന്റ് ആയി മാറാനുള്ള കാരണം എന്താണ്? എന്തുകൊണ്ടാണ് പ്ലഷർ തോട്ട്സ് സാഡ് തോട്ട്സ് ആയിട്ട് മാറാനുണ്ടായ കാരണം? അടുത്ത സ്റ്റാൻസയിൽ കവി വ്യക്തമായിട്ട് പറയുന്നു. Wordsworth explains what's the reason behind it, why his mind become sad. This sentence നോക്കാം. To her fireworks which nature link. Here the poet says that Wordsworth says nature is linked his soul. Nature's soul is linked with the soul of human being. The two souls, natural soul of nature, the soul of nature and the soul of man is linked together. മനുഷ്യനും പ്രകൃതിയും ഒരുമിച്ചാണ് ജീവിക്കേണ്ടത്.
പ്രകൃതി അതിന്റെ ഹൃദയം മനുഷ്യന്റെ ഹൃദയത്തോട് ചേർത്ത് വെക്കുകയാണ്. The nature linked his soul to the humanity. അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ പറയാം, the soul of the nature is not different from human. അത്രയും മനോഹരമാണ് പ്രകൃതിയും മനുഷ്യനും. അത്രയും മനോഹരമായ ഒരു ബന്ധമാണ് പ്രകൃതിയും മനുഷ്യനും തമ്മിലൂടെ ഉള്ളത് എന്ന് വേർഡ്സ്വർത്ത് മനോഹരമായ വരികളിൽ കൂടി അവതരിപ്പിക്കുകയാണ്. സ്വീറ്റ് മൊമെന്റിൽ കൂടിയും കവിയുടെ ഹൃദയത്തിൽ അല്പം ബിറ്റർ ആവാൻ കാരണം എന്താണ്? ഈ മനുഷ്യന്റെ the cruelty of man to nature, the cruelty of man to man. അതാണ് ആ വരികളിൽ അദ്ദേഹം കവി പറയുന്നത്. നോക്കാം, to her fair walks did nature link, that means nature linked his soul to the human soul that through me ran. To the soul of man, to the soul of human being, nature is linked with his soul. And much it grieved my heart. വീണ്ടും പറയണം, നേരത്തെ പറഞ്ഞ സാഡ് തോട്ട്സ് വന്ന പോലെ കവി പറയാണ്, much it grieved my heart. എന്റെ ഹൃദയത്തെ ദുഃഖത്തിലാഴ്ത്തി. Grieved means made sad, made unhappy. എന്നെ ദുഃഖത്തിലാക്കി. കഴിഞ്ഞ ചാൻസിലും പറഞ്ഞു, പ്രഷർ തോട്ട്സ് നിറഞ്ഞു കഴിയുമ്പോൾ എന്റെ മനസ്സിലേക്ക് വന്നത് സാഡ് തോട്ട്സ് ആണ് ആ മൊമെന്റിൽ തന്നെ. അതുപോലെ തന്നെ ഈ സ്റ്റാൻസയിലും പറയുകയാണ്, പ്രകൃതി അതിന്റെ ആത്മാവ് മനുഷ്യ സമുദായത്തിന് വേണ്ടി, ഹ്യൂമാനിറ്റിക്ക് വേണ്ടി ലിങ്ക്ഡ് ആണ് എന്ന് പറഞ്ഞാൽ പ്രകൃതിയുടെ ആത്മാവും മനുഷ്യന്റെ ആത്മാവും രണ്ടും രണ്ടല്ല, ഒന്നാണ്. അത്രയേറെ the strong bond between nature and man, the strong relationship between nature and human being is portrayed here very beautifully. വേർഡ്സ്വർത്ത് ഇവിടെ അവതരിപ്പിച്ചിരിക്കുകയാണ്, മനുഷ്യനും പ്രകൃതിയും. വേർഡ്സ്വർത്തിന്റെ വൺ ഓഫ് ദ പ്രിൻസിപ്പൽ പോളിസീസ് ദിസ്. വേർഡ്സ്വർത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പോളിസികളിൽ ഒന്ന് തന്നെയാണ്. എന്താണ്? മാൻ ടു ബി നേച്ചർ, മാൻ ക്ലോസ് ടു ബി നേച്ചർ. മനുഷ്യൻ പ്രകൃതിയോട് ക്ലോസ്ഡാണ്. മാൻ ക്ലോസ് ടു ബി നേച്ചർ. ദാറ്റ് ഇസ് ദ പ്രിൻസിപ്പൽ പോളിസീസ് ഓഫ് വില്യം വേർഡ്സ്വർത്ത്. അതിവിടെ വ്യക്തമാവുകയാണ്, അതിവിടെ അണ്ടർലൈൻഡ് ആവുകയാണ്. ആ വരികൾ ഒന്നുകൂടി നോക്കുക. To her fair walks did nature link the human soul that through me ran, and much it grieved my heart. എന്റെ ഹൃദയത്തെ, നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഹൃദയത്തെ hurt to think, ചിന്തിപ്പിക്കുകയാണ്. ഈ ദുഃഖങ്ങൾക്ക് എല്ലാം കാരണമാണ് പറയുന്നത്. ഈ വരി എക്സാമിനേഷൻ പോയിന്റ് ഓഫ് വ്യൂ ഏറ്റവും പ്രധാനപ്പെട്ട വരികളാണ്. എക്സാമിനേഷൻ പോയിന്റ് ഓഫ് വ്യൂവിനും ഏറ്റവും പ്രധാനപ്പെട്ട വരികളാണത്. ഒരു പക്ഷെ ഞാനിങ്ങനെ പറയും, ഈ വരികളില്ലെങ്കിൽ SSLCക്ക് ഇംഗ്ലീഷ് പരീക്ഷയില്ല എന്ന് പറയും. അത്രയേറെ പ്രധാനപ്പെട്ട വരിയാണ്. വാട്ട് മാൻ ഹാസ് മെയ്ഡ് ഓഫ് മാൻ. പ്രകൃതി ചോദിക്കുകയാണ് നമ്മളോട്. പ്രകൃതി ചോദിക്കുന്നത് വേർഡ്സ്വർത്തിൽ കൂടിയാണ്. കവി നമ്മളോട് ചോദിക്കുകയാണ്, എന്താണ് മനുഷ്യൻ പ്രകൃതിക്ക് വേണ്ടി ചെയ്തത്? ഇത്രയും സ്വന്തം ആത്മാവിനെ പോലും മനുഷ്യന് വേണ്ടി സമർപ്പിച്ചിട്ടുള്ള പ്രകൃതി. The fair works, beautiful, the all fair works of nature linked to the human soul. മനുഷ്യന്റെ ആത്മാവിലാണ് ലിങ്ക് ചെയ്തിരിക്കുന്നത്. Linked to human soul that through me, എന്നിൽ കൂടി തന്നെ, that ran, എന്തു ചെയ്യുന്നു അപ്പോൾ ചിന്ത? much it grieved. അത്രയും ഉള്ള ചിന്ത എന്നിൽ കൂടി കടന്നു പോകുമ്പോഴും എന്നിൽ ദുഃഖമുണ്ടാക്കാൻ വേറെയും കാരണങ്ങളുണ്ട്. and much it grieved my heart, made sad my heart to think. എന്ത് ചിന്തിപ്പിക്കുന്നു എന്റെ ഹൃദയത്തെ? what man has made of man. എന്താണ് മനുഷ്യൻ ചെയ്തത്? that means the poet says here the cruelty of human being, the cruelty of man towards man, and the cruelty of man towards nature. We pollute our air, we pollute our water, we cut our trees. What the mean act that we do against our nature. സ്വന്തം ആത്മാവിനെ പോലും പണയം നമുക്ക് ചേർത്ത് വെച്ച് തന്ന പ്രകൃതിയോട് നമ്മൾ എന്താണ് ചെയ്യുന്നത്? ക്രൂവൽറ്റീസ് മാത്രമേ ഉള്ളൂ, ഫുൾ ഓഫ് ക്രൂവൽറ്റീസ്. So in this line, what man has made of man, it shows the cruelties of man
towards man and the cruelties to the nature. So, ഈ 2 സ്റ്റാൻസയും നിങ്ങൾ ഇന്ന് വീട്ടിലിരുന്ന് പല ആവർത്തി വായിക്കണം, മനോഹരമായിട്ട് റിപ്പീറ്റ് ചെയ്ത് പഠിക്കണം, ഉറക്കെ ചൊല്ലി പഠിക്കണം. ഇതിന്റെ ബാക്കി വരുന്ന സ്റ്റാൻസ കുറെ കൂടി എക്സ്പ്ലെയിൻ ചെയ്ത് ഇതിന്റെ ടെക്നിക്കൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ എക്സ്പ്ലെയിൻ ചെയ്തിട്ട് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ടിൽ ദാറ്റ് ടൈം, ഗുഡ് ബൈ.